Hi friends, it's me Amaluz. Welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ഐറ്റമാണ്. എപ്പോഴും നമ്മൾ ഓരോ ഡ്രസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നില്ലേ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ബാഗ് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡൈ ബാഗ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ചെറിയൊരു ബാഗ്. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ 3-4 ക്യാൻവാസ് പേപ്പർ ആദ്യമേ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ 25 സെൻറ്റിമീറ്റർ നീളവും വീതിയും 8 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് ഞാൻ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഇഞ്ചസിലല്ല ചെയ്യുന്നത്, സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത പീസിൽ 20 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ 2 സൈഡ് വശങ്ങളിലേക്ക് വെക്കാനായിട്ട് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവും കൂടി കൊടുത്ത് ഞാൻ 2 ക്യാൻവാസ് പേപ്പറോട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പറിലൊന്ന് ആദ്യമേ അടരപ്പത്തെ ക്യാൻവാസ് പേപ്പറിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോട്ടം 5 സെൻറ്റിമീറ്റർ, 2 സൈഡിലേക്ക് 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഓർക്കുക, ഇഞ്ചസിലല്ല, ഞാൻ സെൻറ്റിമീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ സിബിൻ്റേത് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 13 സെൻറ്റിമീറ്ററിലാണ് സിബ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടോ? എന്നിട്ട് ആ സിബിൻ്റേത് നമ്മളൊന്ന് സ്ക്വയർ പോലെ റെക്റ്റാങ്കിൾ പോലെ വരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്യാൻവാസിൻ്റെ എല്ലാ വലുപ്പത്തിൽ ഞാൻ ഇതേപോലെ 2 പീസ് ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി കൊണ്ടാണ് ഇന്ന് ബാഗ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ 2 പീസ് തുണി കൂടി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്ച്ചെടുക്കാൻ നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ സിബ് ജോയിൻ ചെയ്യേണ്ട പോർഷൻ ഇതേപോലെ എടുക്കാം. അപ്പം നമ്മളുടെ 2 തുണികളും മേളിലും താഴെയുമായിട്ട് വെച്ച് സെൻറ്ററിൽ നമ്മുടെ ക്യാൻവാസും കൂടെ വെച്ച് കൊടുക്കണം. നമുക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ സിബിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 പീസസും കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മേളത്തിൽ പീസും ക്യാൻവാസ് പേപ്പറും താഴെ വെച്ചിരിക്കുന്ന പീസും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളൊന്ന് കോർണർ ചെയ്തൊന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ അത് ഉള്ളിലേക്കൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സൈഡുകളും 2 കോർണറുകളും ഒരു ത്രികോണ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഉള്ളിലേക്ക് മടക്കി ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം നമ്മളുടെ ചീത്ത വശം ഇതേപോലെ വെച്ചിട്ട് നല്ല വശം ഉള്ളിലേക്ക് മടക്കുക. നമുക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം 4 സൈഡുകളും നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം. ഒരു 4 ഇഞ്ച് വീതിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്യാപ്പല്ലേ കൊടുത്തിരുന്നുള്ളൂ സിബിന് വേണ്ടിയിട്ട്. അപ്പം അതുപോലെ നമ്മൾ 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? ഇപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ സിബിനുള്ള ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് സിബും കൂടി ഒന്ന് വെച്ച് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ചുറ്റും ഒന്നുകൂടി ഒന്ന് തയ്ച്ചെടുക്കാം. സിബ് നമ്മുടെ തുണിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? ഇപ്പം നമ്മൾ ഈ സിബും ഇതിലേക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സിബ് വിട്ടു പോകാതിരിക്കാൻ 2-3 സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതേപോലെ നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ ഒക്കെ പറ്റും. ഇനി നമ്മളുടെ ഇതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് സൈഡ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ 2 പീസ് തുണി എടുത്തിരുന്നല്ലോ.
അതും ഇതേപോലെ തന്നെ സെൻട്രൽ ക്യാൻവാസ് പീസ്, ബോട്ടം സൈഡിൽ ചീത്ത വശത്തേക്ക് വരുന്ന തുണി പീസ്, ഫ്രണ്ടിൽ നല്ല പീസ്, അങ്ങനതുപോലെ നമ്മൾ വെച്ചിട്ട് നല്ല വശം തമ്മിൽ ചേർത്ത് രണ്ട് വശവും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന് പുറത്തുകൂടി ഒന്ന് പതിച്ചുകൂടി ഒന്ന് തയ്ച്ചു കൊടുക്കണം. ഇതേപോലെ നിവർത്തി പതിച്ച് ഒന്നുകൂടി ഒന്ന് തയ്ച്ചെടുക്കുക. രണ്ട് വശവും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് വശത്തും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടം സൈഡ് വരുന്നതും സൈഡിലേക്കുള്ള വശങ്ങൾ വരുന്നതുമാണ്. ഇത് നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ ക്യാൻവാക്സ് വെച്ച് രണ്ട് സൈഡിലും തുണികളും വെച്ച് നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സിബ് വരുന്നതിൻ്റെ ആ തുണി പീസില്ലേ, ആ പീസിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ നമ്മൾ എവിടെയാണോ ഞാൻ മാർക്ക് ചെയ്യുന്നത് കറക്റ്റായി ശ്രദ്ധിക്കുക, അതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ സെൻറ്ററുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് ക്ലോത്തിലും സെൻറ്ററുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സൂചിയിലൊന്ന് നൂല് കോർത്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതും കൂടി മെഷീനിൽ സൂചി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഇതുകൊണ്ടോ ഈ രണ്ട് തുണികളുടെയും സെൻറ്ററുകൾ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഈ സൂചി കൊണ്ട് ഒന്ന് തയ്ച്ചെടുക്കണം. ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക, അതേപോലെ ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇപ്പം സൂചി നൂലുകൊണ്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറ്റുമെന്നുണ്ടെങ്കിൽ മെഷീനിൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ചെയ്തെടുക്കാം. പക്ഷേ ആദ്യമേ നമ്മൾ മെഷീനിൽ തന്നെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പം നമ്മളുടെ ഈ ബോട്ടം സൈഡിലേക്ക് വെക്കുന്ന ഈ ഒരു പീസ് ഇരുന്നില്ലേ, അതിൻ്റെ സൈഡ് വശങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ കോർണറുകൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് കട്ട് ചെയ്തപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ കോർണറുകൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം, അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് വീണ്ടും ചെയ്യുന്നതോടു കൂടി നമുക്ക് നല്ല രീതിയിൽ ബാഗുകൾ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചെറിയ ബാഗുകൾ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ കോർണർ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തുണികൾ രണ്ടും ചേർത്ത് വെച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കുക. കണ്ടോ, അപ്പം ഞാൻ ഇതേപോലെ ഇത് ചുറ്റും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മളുടെ സെൻറ്ററുകൾ ഇതേപോലെ അടുത്ത വശത്തെ സെൻറ്ററുകൾ ഇതേപോലെ ജോയിൻ ചെയ്യുക. അതും നമുക്ക് ചുറ്റും തയ്ച്ചെടുക്കുക. ആദ്യം നമ്മൾ തയ്ച്ചെടുത്തിരുന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പുറ വശത്തേക്കും രണ്ട് സെൻറ്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്ന് തുടങ്ങി തയ്ക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സൈഡ് കോർണറുകൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിനാണേ. അപ്പോൾ
രണ്ട് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടം സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ബോട്ടത്തിലേക്ക് വരുമ്പം നമ്മൾ സൈഡിൽ വെച്ച് കൊടുത്തിരുന്ന ആ തുണി പീസ് ഇരുന്നില്ലേ, അതിന് ചിലപ്പം ലെങ്ത് കൂടുതലായിരിക്കും. ചിലപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കുക. അതിനുശേഷം നമ്മളുടെ ഈ സൈഡ് നമുക്ക് മെഷീനിൽ തന്നെ ഒന്ന് സ്യൂ ചെയ്തെടുക്കാം. അത് മെഷീനിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഒരു സൈഡ് ആയതുകൊണ്ട് എളുപ്പമാണ്. അപ്പം ഇതേപോലെ രണ്ട് സൈഡുകൾ ചേർത്ത് വെച്ച് എവിടെയാണ് ഗ്യാപ്പ് വരുന്നത്, ബോട്ടം സൈഡിൽ ഒരു ഗ്യാപ്പ് വരില്ലേ, ആ ഗ്യാപ്പ് നമുക്ക് ഇതേപോലെ രണ്ട് വശത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഈ രണ്ട് വശങ്ങൾ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മേൽഭാഗം മുഴുവനും കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കോർണർ പോയിന്റുകളെല്ലാം ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി ബാഗ് തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമ്മുടെ കുട്ടി ബാഗ് വന്നത് കണ്ടോ, എന്ത് രസമാണല്ലേ. നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഒരു വള്ളി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടണൊക്കെ കൊടുത്ത്. അപ്പോൾ നമുക്ക് തൂക്കി പിടിക്കാനും അല്ലെങ്കിൽ കയ്യിൽ കോർത്തിട്ടാനൊക്കെ എളുപ്പമായിരിക്കില്ലേ. ഇതിലേക്ക് നമുക്ക് പൈസയോ കാർഡോ എന്ത് വേണമെങ്കിലും വെക്കാം. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ആ ബാഗിൽ കൊള്ളാവുന്ന സൈസാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ കാർഡ്സ് അതേപോലെ രൂപയൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് വെക്കാം. അതിനുള്ള വലുപ്പത്തിലാണ് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഈ കുട്ടി ബാഗിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടേക്കണേ. താങ്ക് യു.